ഹലോ ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 പാർട്ട് യൂറോപ്യൻ ട്രിപ്പിൻ്റെ 5 ഡേയ്സും വീഡിയോസായിട്ട് ഇറക്കിയിട്ടുണ്ട്, കാണണേ. അപ്പോൾ 6ാമത്തെ ദിവസം ഞങ്ങൾ എന്നത്തെ പോലെയും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ കുറച്ചധികം സമയവും ദൂരവും ഒക്കെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരമായിട്ട് നമ്മുടെ യൂറോപ്യൻ ഫുഡ്, കേക്കും ക്രൊസോണും അതുപോലെ പലതരത്തിലുള്ള ബ്രെഡും ഒക്കെ ആയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റാണ്. ക്രോസോണൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ ആരാന്നറിയോ, ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ആൻറ്റിയുടെ മക്കളാണ്. അപ്പോൾ അവരവിടെ ജർമ്മനിയിലുണ്ട്. അപ്പോൾ ട്രിപ്പിന് ഇവർ വരുമ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു. അപ്പം ഞങ്ങൾ ശരിക്കും ബസ്സിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു മാർട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് മാർട്ട്. അപ്പം കഴിഞ്ഞ പാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഈ ഹോട്ടൽ വന്നപ്പോൾ അതിൻ്റെ തലേദിവസം വന്നപ്പോഴത്തേക്ക് അത് ഓൾറെഡി അടച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തായിരുന്നു. രാത്രി 9 മണിയായി. അപ്പോൾ ഞങ്ങൾ ഈ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് മാർട്ടിൽ പോയി. അപ്പം നമ്മുടെ അവിടത്തെയൊക്കെ മാട്ട് പോലെ തന്നെയാണ്, സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, വിലയും സൂപ്പറായിട്ട് കൂടുതലാണ്. അപ്പോൾ €1 എന്ന് പറഞ്ഞാൽ ഏകദേശം 98 ഇന്ത്യൻ റുപ്പീസ്, 100 അടുപ്പിച്ച് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് നാട്ടിൽ വരുമ്പോൾ സ്വീറ്റ്സൊക്കെ നമുക്ക് ചർക്കയൊക്കെ കൊടുക്കണം. പിന്നെ ദേവു ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല, ഒക്കെ എക്സാമാണ്. അതുകൊണ്ട് ദേവുവിന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ പല ടൈപ്പ് വൈനാണ്, വൈനും അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ബിവറേജസൊക്കെ ഇഷ്ടം പോലെ ടൈപ്പ് പല വിലയിൽ ഉണ്ട്. കണ്ടോ, നമുക്ക് എന്ത് ടൈപ്പ് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചധികം സമയം കിട്ടിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നോക്കിയൊക്കെ മേടിക്കാമായിരുന്നു. എന്നാലും ഏകദേശമൊക്കെ നമുക്ക് ഈ മാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റി. കാര്യം നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ 13 ദിവസത്തെ ട്രിപ്പാണ്. ഷോപ്പിങ്ങിന് പ്രത്യേകിച്ചൊരു സമയം ഇറ്റിനറിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെയുള്ള മാർട്ടിൽ കയറി പർച്ചേസ് ചെയ്യാം എന്നാണ് പ്ലാന്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ്സൊക്കെ ആയിരുന്നു മെയിനായിട്ട്. അപ്പോൾ അതെല്ലാം മേടിച്ച് ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു. അപ്പോൾ ഇതൊരു ലോങ് ജേർണിയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഗ്യാസ് സ്റ്റേഷൻ, അവിടെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയണേ. അപ്പോൾ അവിടെ ഇറങ്ങിയാണ് ഫ്രഷ് ആവാനൊക്കെ അവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വിലയാണ്. അപ്പം ഇത് പറഞ്ഞു അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. സാമാന്യം കോസ്റ്റ്ലി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റേഷനിൽ, ചില ഗ്യാസ് സ്റ്റേഷനിലൊക്കെ നമുക്ക് ഈ ടോയ്ലറ്റിൽ പോകാനായിട്ട് €1 ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. €1, പിന്നെ ചിലയിടത്തൊക്കെ €2 വരെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് ഫ്രീ ആണ്. അപ്പം ഇവിടെയും ഈ എല്ലാ ഗ്യാസ് സ്റ്റേഷനിലും ചെറിയ മാർട്ടുകൾ, ഷോപ്പിംഗ് മാർട്ടുകളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മാർട്ടിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോലെ ആയിരുന്നു അത്. പക്ഷേ ഈ ഗ്യാസ് സ്റ്റേഷൻസിലുള്ള മാർട്ടുകളിൽ കോസ്റ്റ് കൂടുതലാണ്. എന്നാലും ചുമ്മാ കാണാനും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവിടെയൊക്കെ ഇറങ്ങി നടന്നു. ഇതാണ് ടോയ്ലറ്റ് കേട്ടോ. ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ആൾക്കാരൊന്നും പലയിടത്തും ആൾക്കാരൊന്നും അല്ല നിൽക്കുന്നത്. ഇതുപോലത്തെ മെഷീനുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കാശിട്ട് എന്നാലേ അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. നമ്മളതിനകത്ത് കോയിൻ ഇട്ടാലേ ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം ഇവിടെ ഇപ്പോൾ €1 അപ്പോൾ ഒരാളാണെങ്കിൽ €1 ഇങ്ങനെ ഇടുക, അന്നേരം ഒരു കൂപ്പണൊക്കെ കിട്ടും.
എന്നാലേ നമുക്കിത് തുറന്നകത്ത് കയറാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും അവിടെ നിന്ന് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഇറ്റിനറിയിൽ ലോക്കൽ ഫുഡും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡും ഉണ്ട്. കാര്യം ലോക്കൽ ഫുഡ് എല്ലാ ദിവസവും ഇപ്പോൾ 3 ദിവസവും ലോക്കൽ ഫുഡാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മടുത്തു പോവും. കാര്യം നല്ല ചോറും മീൻകറിയും അങ്ങനെയൊക്കെയുള്ള, ഞാനെന്തായാലും മീൻകറി കഴിക്കില്ല, എന്നാലും നമ്മുടെ ഇവിടുത്തെ നോൺ വെജ് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അത് 13 ദിവസമൊക്കെ അത് ഒഴിവാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാ ട്രാവൽ ഏജൻസിക്കാരും അവരുടെ ഇറ്റിനറിയിൽ ഒരു മിക്സഡ് രീതിയിലാണ് ഫുഡ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ലഞ്ചിന് ഇന്ത്യൻ ഹോട്ടലാണ്. ഇന്ത്യൻ ഹോട്ടലാണെങ്കിലും കോസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല കാശാണ് ഇതൊക്കെ. അപ്പം ഞങ്ങളുടെ ഇറ്റിനറിയിൽ 3 മീലും ചേർത്തായിരുന്നു നമ്മുടെ ഈ പാക്കേജ്. അപ്പം അതുകൊണ്ട് ഈ 3 മീലിൽ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ കാശിടണ്ട, ഒക്കെ നമ്മൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഡിഷസ് ഏതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുന്നേ ഉള്ളേ. പിന്നെ ഇന്ത്യൻ ഫുഡാണേലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുവരെ ഉള്ള ഫുഡൊന്നും നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ കൂടുതലും ഈ ഉരുളക്കിഴങ്ങ് ഐറ്റംസൊക്കെയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. പിന്നെ നോൺ വെജുകാർക്ക് എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് ചിക്കൻ കറിയോ അങ്ങനെ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ എഗ്ഗ് ഡിഷസ് ഇവിടെ കുറവാണ് കേട്ടോ. കൂടുതലും ഈ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള ബീഫ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൊട്ടറ്റോയാണ്. അപ്പോൾ ഫുഡ് ഈ പറയുന്ന പോലെ ലഞ്ചും ഡിന്നറും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു ചില ദിവസങ്ങൾ. അങ്ങനെ എനിവേ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവിടേക്കാണ്, ഈ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടല്ലോ ജർമ്മനിയിൽ. ജർമ്മനിയിലാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കില്ലേ, അപ്പം അത് ടിറ്റിസി എന്ന് പറയുന്ന സ്ഥലമാണ്, ടിറ്റിസി. അപ്പം അവിടേക്കാണ് നമ്മൾ പോയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹിഡൽബർഗിൽ നിന്ന് ടിറ്റിസി. കാരണം ടിറ്റിസിയിലാണ് കുക്കു ക്ലോക്ക് ഡെമോൺസ്ട്രേഷനൊക്കെ ഉള്ളത്. അതായത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒറിജിനും അതുപോലെ കുക്കു ക്ലോക്കില്ലേ, കുക്കു ക്ലോക്കിൻ്റെ ഒറിജിനും എല്ലാം ഇവിടെയാണ്. അപ്പോൾ ഈ റീജിയൻ നമ്മൾ ജർമ്മനീസ് ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയൻ എന്നാണ് പറയുന്നത്, ടിറ്റിസി. നമ്മൾ ഹിഡൽബർഗിൽ നിന്ന് തിരിച്ചാണിപ്പോൾ ടിറ്റിസിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു വില്ലേജെന്നോ അല്ലെങ്കിൽ ഒരു സിറ്റിന്നോ ടൗണെന്നോ ഒക്കെ വേണേൽ പറയാം ടിറ്റിസി. ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞിരുന്നു. യൂറോപ്യൻ കൺട്രീസിൽ സോഫാർ ഭയങ്കര നീറ്റ്നെസ്സാണ് എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. തണുപ്പും അതുപോലെ തന്നെ നല്ല നീറ്റാണ്. അപ്പോൾ പിന്നെ എല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടെയുള്ള ഒരു രീതിയാണ്, ജീവിത രീതിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഏഷ്യൻ കൺട്രീസിൽ പോകുന്നതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ തണുപ്പായിരുന്നു കേട്ടോ. ടിറ്റിസിയിലെത്തുമ്പോൾ നല്ല തണുപ്പായിരുന്നു. 10 ഡിഗ്രി ഒക്കെ അടുപ്പിച്ചൊക്കെ ഉള്ളൂ ടെമ്പറേച്ചർ. അപ്പോൾ കുറച്ച് നടക്കണം, കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നടന്ന് വേണം നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന കുക്കു ക്ലോക്ക് ഷോപ്പിലെത്താനായിട്ട്. അപ്പം അങ്ങനെ ഫ്രൂട്ട് സ്റ്റോളാണ്, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും വേറെ എന്ത് സാധനമായിരുന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, നമുക്കത് കാണുമ്പോഴും നമ്മൾ മേടിച്ച് ടേസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാം മനസ്സിലാവും ആ ഒരു ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഇത് സ്ട്രോബെറിയാണ്. അത് നമ്മളിങ്ങനെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ക്ഷീണം തോന്നത്തേയില്ല കേട്ടോ. ഒന്ന് തണുപ്പും കൂടെ ആയതുകൊണ്ടാവാം, പിന്നെ ഭംഗിയുള്ള കാഴ്ചകളായതുകൊണ്ടാവാം, പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നുകയില്ല.
അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന കുക്കു ക്ലോക്ക് ഷോപ്പിലെത്തി. അപ്പം അവിടെ നിന്ന് എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GTHൻ്റെ ട്രാവൽ ഗൈഡാണ്. ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് വന്ന ആളാണ് എലിസബത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ടാക്സ് മണി നമുക്ക് ശരിക്കും റിട്ടേൺസ് മേടിക്കാനായിട്ടുള്ള ഒരു കൂപ്പണൊക്കെ തരുന്നുണ്ട്. കണ്ടോ, ടാക്സ് റീഫണ്ട് കാർഡ്. നമ്മളവിടെ നിന്ന് കുക്കു ക്ലോക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടാക്സ് മണി നമുക്ക് ജർമ്മനി വിടുന്നതിന് മുന്നേ നമുക്കത് ക്ലെയിം ചെയ്യാം. ഇവരുടെ യൂറോപ്യൻ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 10 ആൾക്കാരിലും ഒരാൾക്ക് പെറ്റ് ഡോഗ് ഉണ്ടാവും എന്നുള്ളതാണ്. മിക്കവാറും നമ്മൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് അതും പല ബ്രീഡുകളിലുള്ള പട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ പെറ്റ് ലവേഴ്സ് ആണെന്ന് അറിയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങളും പെറ്റ് ലവേഴ്സ് ആണല്ലോ. അപ്പോൾ ഇത് നോക്കിയ ഷോപ്പിനകത്ത് പല ടൈപ്പ് കുക്കു ക്ലോക്കാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ചീപ്പായിട്ടുള്ളതെന്ന് ഒരിക്കലും നമുക്ക് യൂറോപ്പിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ചീപ്പ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചെറിയ ക്ലോക്കുകളുണ്ട്, വലിയ ക്ലോക്ക്. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ ഇത് വീഡിയോ എടുക്കരുതെന്നൊക്കെ ആദ്യമേ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കാരണം എനിക്കിത് ഫുള്ളായിട്ട് ഈ കുക്കു ക്ലോക്കിൻ്റെ ഒറിജിൻ കഥയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം അദ്ദേഹം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിപ്പോൾ സാരമില്ല, ഞാൻ എല്ലാ എപ്പിസോഡുകളിലും പറഞ്ഞതുപോലെ ഏത് കാര്യവും നമ്മൾ ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങളെല്ലാം കിട്ടും. 2550 യൂറോയാണ് ആ കണ്ട ക്ലോക്കിന്. അപ്പോൾ അത് ഇന്ത്യൻ റുപ്പിയിലോട്ട് മാറ്റുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ × 100 ചെയ്ത് നോക്കുക. അപ്പോൾ ഇവർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് കൊടുത്ത് പേ ചെയ്തിട്ട് പോയാൽ അവർ നമുക്ക് അയച്ചു തരും. കാര്യം ഇതിപ്പോൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യം വാങ്ങിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ലാസ്റ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് നടന്നപ്പോൾ എനിക്ക് പൊതുവേ പണ്ടേ ഈ കുക്കു ക്ലോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുമുണ്ട്, പിക്ചേഴ്സിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നടന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഉടനെ ഇപ്പം ഞങ്ങൾ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തുനിന്നും എന്തെങ്കിലും സോവനിയർ മേടിച്ച് വയ്ക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ യാത്രയിലും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കുക്കു ക്ലോക്ക് ഒരെണ്ണം മേടിക്കാം എന്ന് പറഞ്ഞൊരു മീഡിയം സൈസ് കുക്കു ക്ലോക്ക് മേടിച്ചു കേട്ടോ. നമ്മൾ അത് കാര്യം നമുക്കിപ്പോൾ ആമസോണിൽ നിന്നൊക്കെ നമുക്കത് മേടിക്കാൻ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എന്തോ ഒറിജിനൽ വേണമെന്ന് തോന്നി മേടിച്ചു. പിന്നെ ഇത് ദേവുന് ഭയങ്കര ഇഷ്ടമാണ് മൂങ്ങയുടെ കീ ചെയിനും മൂങ്ങയുടെ ചെറിയ ഇതുപോലത്തെ സാധനങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മേടിച്ചു. വാച്ചൊക്കെ നമുക്ക് എടുക്കാൻ വയ്യ, ജ്വല്ലറിയൊക്കെ ഒന്നും എടുക്കാൻ വയ്യാത്ത കോസ്റ്റാണ്. ഉണ്ട്, നമ്മളതൊന്നും മേടിച്ചില്ല, കണ്ടതേ ഉള്ളൂ. അങ്ങനെ കുക്കു ക്ലോക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീണ്ടും നടന്നു. അവിടെ ഒരു ലേക്കുണ്ട്. അപ്പോൾ ആ ലേക്ക് കാണാനായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു.
ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാവോ? ഓക്കെ, നമ്മളിപ്പോൾ ടൈം വരുന്നത് 13:58 ഉള്ളൂ. ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. 4:40 4:40 ഞാൻ ആദ്യം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് വരേണ്ടതെന്ന് ഞാൻ പറയും. ഓക്കെ, അവിടെ നിങ്ങൾ 4:40 4:40 എല്ലാവരും ഉണ്ടാകും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ പോകണം. ആഫ്റ്റർ ദ ക്രൂസ് പോകാൻ നിൽക്കില്ല. ഓക്കെ, അത് ഇപ്പോൾ ഒന്നുകൂടെ പറയാണ്, ജസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വാഷ്റൂമിൽ പോകണമെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു പീരീഡ്, അത് അത്ര അരമണിക്കൂർ ടൈം നിങ്ങൾക്കുണ്ട്. ആ ടൈമിൽ നിങ്ങൾ വാഷ്റൂമിൽ പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ ഫോട്ടോസ് എടുത്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ ആ ബസ്സിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന അവിടെ ഒരു കടയുണ്ട്. അവിടെ നിങ്ങൾക്ക് മസാല ടീ വാങ്ങണമെങ്കിൽ വാങ്ങാം, സമോസയൊക്കെ വാങ്ങിയിട്ട് കഴിക്കാം. ഓക്കെ, 4:40 ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ വരണം. അവിടെ നിന്ന് കറക്റ്റ് വിതിൻ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ ബോട്ടിൽ കയറും. ഒരു 10 to 15 മിനിറ്റ്സ് ക്രൂസാണത്. ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ഉടനെ പിന്നെയും അവിടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത്. നേരെ നിങ്ങൾ ബസ്സിൽ കയറണം. കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നു ബൈ 5:15 5:15 നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യണം. സോ 5:10 ആകുമ്പോൾ എല്ലാവരും ബസ്സിലുണ്ടാകണം. സോ ലെറ്റ്സ് ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് എലിസബത്ത് പറഞ്ഞ റൈൻ ഫോൾസ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വരുന്ന അത്രയും ഒരു സമയം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്നേരം ഇത് നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന ഒരു എന്താ പറയുക ചായക്കട, ടീ ഷോപ്പാണ്. അപ്പോൾ അവിടെ മസാല ടീ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടമില്ല മസാല ടീ, പക്ഷേ സാധാ ടീ ഇല്ലായിരുന്നു അവിടെ. അത് കാരണം മസാല ടീയും അതുപോലെ സമോസയും വെജ് സമോസയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നേ. കുഴപ്പമില്ലായിരുന്നു. ഫുഡ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ, അത് തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ റൈൻ ഫോൾസിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മൾ അടുക്കാറായി. അപ്പോൾ ജർമ്മനി വിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് കയറുന്ന അവിടെ വെച്ച് തന്നെ നമുക്ക് ആ ടാക്സ് റിട്ടേൺസ് ആ ഒരു ഫോം അവർ സൈൻ ചെയ്ത് തരും. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ടാണ് അത് റീഫണ്ട് നമ്മൾ മേടിക്കുന്നത്, ടാക്സ് റീഫണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ ദിവസത്തെ ഡിന്നറും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കും ഇന്ത്യൻ ഫുഡായിരുന്നു, ഈ ഡിന്നറും ഇന്ത്യൻ ഫുഡാണ്. ഈ ഡിന്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ തന്നെ ഡിന്നർ ടൈമാണ് കേട്ടോ. ഇവിടെ ഈ ടൈമിംഗ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇവരുടെ ഡ്രൈവിംഗ് ടൈം ആയാലും ഒക്കെ ഇത്ര മണിക്കൂർ എന്നൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ സമയം പാലിച്ച് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എലിസബത്ത് നല്ല സ്ട്രിക്റ്റായിട്ട് ടൈമിംഗ് ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ നമുക്കത് പലപ്പോഴും അനുസരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ 6:30 നമുക്ക് വിശക്കുന്നില്ല, വൈകിട്ട് 6:30 വിശക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഡിന്നർ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സൂറിച്ചിലെ റൈൻഫോൾ ബോട്ടിങ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഡിന്നർ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ഇംഗൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഞങ്ങളുടെ സ്റ്റേ ഇന്ന്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗൽബർഗ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് വരും, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ സെൻട്രലുള്ള ഒരു സ്ഥലമാണ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിലെത്തി. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ കാഴ്ചകൾ ഭയങ്കര അതിമനോഹരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഴയ എന്താ പറയുക ഓൾഡ് ടൗണും അതുപോലെ മോഡേൺ ലൈഫും കൂടെ ചേർന്ന് വരുന്ന ഒരു രീതിയാണ് ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ സ്റ്റേ. താങ്ക് യു.